നമ്മുടെ കേരളത്തിലെ ആദ്യത്തേതും 63 വർഷത്തോളം പഴക്കമുള്ളതും പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ചതുമായ തൃശ്ശൂരിലെ വാഴാനി ഡാമും, കൂടാതെ മൺസൂണിൽ മാത്രം ആക്റ്റീവ് ആവുന്ന വാഴാനിയോട് ചേർന്ന് കിടക്കുന്ന തൂമാനം വാട്ടർഫോൾസിലേക്കുമുള്ള വൺ ഡേ ട്രിപ്പ് ട്രാവൽ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ കേച്ചേരിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതാണ് കേച്ചേരി സെന്റർ. കേച്ചേരി ജംഗ്ഷനിൽ നിന്നും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് വഴിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ അടുത്ത് റോഡ് പണി തീർത്ത സ്ഥലമാണത്. ഇരുവശവും പാടശേഖരങ്ങളുടെ നടുവിലായിട്ടുള്ള ഈ റൂട്ടിലൂടെ മോർണിംഗിലെ കോടമഞ്ഞിൽ കൂടിയുള്ള റൈഡും ഈവനിങ്ങിലൂടെയുള്ള റൈഡും ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ നമ്മൾ ഓട്ടുപാറ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ വാഴാനിക്കുള്ള ദൂരം വരുന്നത്. ഇനി സ്വന്തം വണ്ടിയിലല്ലെങ്കിലും വാഴാനിയിലേക്ക് വരാവുന്നതേ ഉള്ളൂ. കാരണം തൃശ്ശൂർ വടക്കഞ്ചേരിയിൽ നിന്ന് ബസ് റൂട്ടുകൾ വാഴാനിയിലേക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യം പോകുന്നത് പെരേപ്പാറ ഡാമിലേക്കാണ്. വാഴാനിയിലേക്കുള്ള സെയിം റൂട്ടിൽ തന്നെ വിരുപാക്ക നൂൽ കമ്പനി ഉണ്ട്. അത് കഴിഞ്ഞൊരു 100 മീറ്റർ മുന്നോട്ട് പോയാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി കാണാം. അവിടുന്ന് 250 മീറ്ററിനുള്ളിലായി തന്നെയായിട്ടാണ് നമ്മുടെ ഈ ലൊക്കേഷൻ. മൺസൂൺ ടൈമിൽ വാഴാനി കാണാൻ എത്തുന്നവർക്ക് ഈ ഒരു ശാന്തമായ ഡാം നമ്മുടെ വാഴാനി ട്രിപ്പിൽ മറക്കാതെ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം അതിനായി ഒരുപാട് സമയമോ യാത്രയോ ചെയ്യേണ്ടതില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ പെരേപ്പാറ ചെക്ക് ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. കാടിന്റെ നടുവിലായിട്ടുള്ള ഒരു ഹിഡൻ ജെം ഏരിയ. തെക്കൻകര ഗ്രാമപഞ്ചായത്തിലുള്ള ഈ ഡാമിലേക്ക് തൃശ്ശൂരിൽ നിന്ന് 24 കിലോമീറ്ററും വാഴാനിയിൽ നിന്ന് 3.5 കിലോമീറ്റർ ദൂരമുള്ളൂ. മഴക്കാലത്ത് നിറഞ്ഞു തുടങ്ങുന്ന ഈ ഡാം കാണാൻ പ്രത്യേക ഭംഗിയാണ്. അത് കാണാൻ നിരവധി പേരാണ് ഇവിടെ വരാറുള്ളത്. കാടിന്റെ വൈബിൽ കുളിക്കാനും നീന്താനും പലരും വരാറുണ്ടെങ്കിലും അപകടം മുൻനിർത്തി വനം വകുപ്പ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും കാടിന്റെ ഭംഗിയിൽ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിനെ ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വരുന്നവരുടെ ഇഷ്ട സ്പോട്ടായി മാറിയിരിക്കുകയാണ് ഇവിടം. വനമേഖല ആയതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ എത്തുന്ന കാട്ടാനകളെ കാണുന്നത് ഇവിടെ ഒരു പതിവാണ്. അധികം ആർക്കും അറിയാത്ത ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. ഒരേ റൂട്ടിലായതുകൊണ്ട് തന്നെ വാഴാനിക്കായിട്ട് വരുന്നവർ മിസ് ചെയ്യാതെ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വാഴാനി ഡാമിലേക്ക് പോവുകയാണ്. ടൗണിൻ്റെതായ തിരക്കുകളും കെട്ടിടങ്ങളും ഒഴിഞ്ഞ് ഗ്രാമീണത നിലനിർത്തുന്ന പച്ചപ്പിലേക്കും ശാന്തതയിലേക്കും എത്തിയതിന്റെ കാഴ്ചകൾ സീനറിയിൽ കാണാനാവും. അങ്ങനെ നമ്മൾ വാഴാനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് വാഴാനിയുടെ പാർക്കിംഗ് സ്പേസ്. ഇവിടെ നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഇനി നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം. ഇതാണ് വാഴാനി ഡാമിന്റെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി പാസ്സായി ഇവിടെ ഈടാക്കുന്നത്. 2 വീലറിന് 10 രൂപയും 4 വീലറിന് 20 രൂപയും പാർക്കിംഗ് സ്പേസിനും ഫീ ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഗൂഗിൾ പേ സൗകര്യമോ ഓൺലൈൻ പേയ്മെന്റ് സൗകര്യമോ ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ ബൈ ക്യാഷ് കയ്യിൽ കരുതേണ്ടതാണ്. ഇതാണ് വാഴാനിയുടെ 2ാമത്തെ പ്രവേശന കവാടമായിട്ട് വരുന്നത്. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അങ്ങനെ നമ്മൾ ഇനി ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ആദ്യം തന്നെ കാണുന്നത് പച്ചപ്പിൽ നന്നായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഗാർഡൻ ആണ്. ഗാർഡന്റെ റൈറ്റ് സൈഡിൽ തന്നെയായിട്ട് ഒരു ഊഞ്ഞാലുണ്ട്. സാധാരണ ഊഞ്ഞാലാണെങ്കിൽ കൂടിയും അതിൽ ആടി രസിക്കുന്ന യൂത്തിനെ ഇവിടെ കാണാം. ഊഞ്ഞാലുള്ള ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഏരിയ ഉണ്ട്. സ്പെഷ്യൽ പ്രോഗ്രാമുകളോ ഗ്യാതറിങ്ങുകളോ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു സർക്കുലർ സീറ്റിംഗ് ഉള്ള സ്പേസ്. അത് നന്നായി ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ പോയ സമയത്ത് അവിടെ വലിയ പ്രോഗ്രാമുകളൊന്നും കണ്ടക്ട് ചെയ്യുന്നില്ലായിരുന്നു. ഇനി നമുക്ക് വാഴാനിയുടെ റിസർവോയർ ഏരിയയിലേക്ക് പോകാം. ഇതാണ് വാഴാനിയുടെ റിസർവോയർ ഏരിയ. കേരളത്തിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഡാമിൽ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും വലുതുമായ ഡാമാണിത്. 1952 മുതൽ 1962 വരെ 10 കൊല്ലം കൊണ്ട് പണിതീർത്ത ഡാമാണിത്. 63 കൊല്ലത്തെ പഴക്കമുണ്ട് ഈ ഡാമിന്. 792.48 മീറ്ററോളം നീളത്തിൽ കേച്ചേരി പുഴയുടെ കുറുകെയാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. തൃശ്ശൂർ ജില്ലയ്ക്കും പാലക്കാട് ജില്ലയ്ക്കുമായിട്ടുള്ള കുടിവെള്ള വിതരണത്തിനും ഇറിഗേഷനുമായിട്ടാണ് ഈ ഡാമിന്റെ വെള്ളം മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഡാമിന്റെ മുകൾ വശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. പച്ചപ്പരവതാനിയിൽ 4 ഏക്കറിൽ തീർത്ത ഗാർഡനും കിഡ്സിന്റെ പാർക്കുമാണ് കാണുന്നത്. നമ്മളിവിടെ വന്നത് ഓഗസ്റ്റ് മാസത്തിലാണെങ്കിലും റിസർവോയറിലെ വെള്ളത്തിന് താരതമ്യേന കുറവുണ്ടായിരുന്നു. ഇനി നമുക്ക് ഷട്ടറിന്റെ ഭാഗം കൂടി ഒന്ന് പോയി കാണാം. അണക്കെട്ടിന്റെ അറ്റഭാഗത്താണ് ഷട്ടർ ഏരിയ. എന്ന് വെച്ചാൽ അത്യാവശ്യ ദൂരം നടക്കാനുണ്ട്. ഇതാണ് ഷട്ടർ ഏരിയ.
ഒരു ഡാമിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ ഷട്ടർ ഏരിയകളാണ്. കാരണം ജലനിരപ്പ് നിയന്ത്രിക്കാനും ആവശ്യ സമയത്ത് വെള്ളം പുറത്തേക്ക് വിടാനും പ്രളയ സമയത്ത് പോലും അണക്കെട്ടിനെ സുരക്ഷിതരാക്കുന്നത് ഈ ഷട്ടറുകളാണ്. ഈ ഒരു ഡാമിന്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളും ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് ഈ ഷട്ടർ ഏരിയ മുതൽ തൂക്കുപാലം വരെയുള്ള ഏരിയ. ഷട്ടർ ഏരിയയിൽ നിന്ന് തൂക്കുപാലത്തിലോട്ടുള്ള ഈ ഒരു വ്യൂ അടിപൊളി കാഴ്ചയാണ്. അതുകൊണ്ട് കപ്പിൾസിന്റെയും ലവേഴ്സിന്റെയും ഇഷ്ട സ്പോട്ടാണിത്. ഇവിടുത്തെ ഒരു ആംബിയൻസ് അത് പറഞ്ഞറിയിക്കാനാവില്ല. എന്നിട്ട് പോലും വാഴാനി തൃശ്ശൂരിന്റെ അണ്ടർ റേറ്റഡ് ടൂറിസ്റ്റ് സ്പോട്ടായി പോയി എന്നുള്ളത് എങ്ങനെയെന്ന് ചിന്തിച്ചു പോകും ഇവിടെ നിൽക്കുമ്പോൾ. തൃശ്ശൂർക്കാരിൽ പോലും ഇന്നും വാഴാനി നേരിട്ട് കാണാത്തവരാണ് പലരും. അങ്ങനെ നമുക്കിനി തൂക്കുപാലത്തിലേക്ക് നടക്കാം. വാഴാനിയുടെ മോസ്റ്റ് അട്രാക്റ്റിംഗ് കോർണർ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ പോയിന്റ് ആണിത്. ചെറുതാണെങ്കിലും മനോഹരമായ സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. ഇരുവശവും ഇരുമ്പ് തൂണുകളും അവയ്ക്കിടയിൽ കട്ടിയുള്ള സ്റ്റീൽ കേബിളുകൾ വലിച്ചിട്ടാണ് പാലം നിർമ്മിച്ചേക്കുന്നത്. അതിനാൽ തന്നെ പാലത്തിലൂടെ നമ്മൾ നടന്നാൽ നല്ലൊരു കുലുക്കം ഉണ്ടാവും. ചെറിയ പേടിയോടെ രസിക്കുന്നവരാവും എന്നെ പോലെ പലരും. കാരണം പേടിയാണോ എന്നാ അതെ, എന്നാലൊട്ട് കയറാതിരിക്കാനും മേല. നേരത്തെ പറഞ്ഞ പോലെ ഡാമിലെ വെള്ളം നന്നേ കുറവായതുകൊണ്ട് ഷട്ടർ തുറന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന വ്യൂ ഒന്നും നമുക്ക് കിട്ടിയില്ല. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പാറപ്പുറത്തൂടി ശക്തിയായി പോകുന്ന വെള്ളം ഒന്ന് സങ്കല്പിച്ചു പോകും ഈ വ്യൂ കാണുമ്പോൾ. അങ്ങനെ നമ്മുടെ തൂക്കുപാലത്തെ നടത്തമെല്ലാം കഴിഞ്ഞ് നേരെ പോകുന്നത് ഇവിടുത്തെ മറ്റൊരു ഏരിയയിലേക്കാണ്. ഇവിടെ കുറച്ച് വിശ്രമിച്ചിട്ടാവാം ഇനി യാത്ര. ചെറിയ തണുപ്പിൽ നല്ല തണലിൽ സുഖമായി പ്രകൃതിയെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാം. കിളികളെ കാണാനും അവയുടെ ശബ്ദമൊക്കെ കൂട്ടായി പലയിടത്തും ഇവിടെ കാണാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഡാമിന്റെ ആംബിയൻസ് കംപ്ലീറ്റ് ആയി മാറി ഫോറസ്റ്റ് ആംബിയൻസ് പോലെ തോന്നും ഇവിടെ. കാരണം വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഭീമൻ വൃക്ഷങ്ങളുടെ ഏരിയയാണിത്. ഇതിനടുത്തായി തന്നെ ഡാമിന്റെ സ്പിൽവേ വാൽവിൽ നിന്ന് വെള്ളം വരുന്ന ഭാഗമാണിത്. സ്പിൽവേ വാൽവാണ് ഒരു ഡാമിന്റെ സെക്യൂരിറ്റി ഗാർഡായി പ്രവർത്തിക്കുന്നത്. കാരണം ഡാമിന്റെ മുഴുവൻ സുരക്ഷയും ഒപ്പം വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ച് പുറത്തേക്ക് വിടാനുള്ള വഴിയാണ് സ്പിൽവേ. വാൽവിന്റെ അടിഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഈ ഒഴുകിപ്പോകുന്നത്. അങ്ങനെ നമുക്കിനി അണക്കെട്ടിന്റെ മുകളിൽ നിന്ന് കണ്ട ഗാർഡന്റെ അടുത്തേക്ക് പോകാം. ഇതാണ് ഗാർഡൻ. ശാന്തമായ പുൽത്തകിടിയിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഇരിക്കാൻ പറ്റിയൊരിടം. അതുകൊണ്ട് തന്നെ ഫാമിലിയായി വന്ന് ഹാപ്പിയായി ചില്ലൗട്ടാകാൻ ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. ഇതിനോട് ചേർന്ന് തന്നെ ചിൽഡ്രൻസ് പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം കിഡ്സിനുള്ള ആക്ടിവിറ്റീസുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഹാപ്പിയാക്കാൻ പറ്റിയൊരിടമാണിത്. ഇതൊക്കെ പുതിയതായി ആരംഭിച്ചതാണ്, ഒരുപാട് നാളായിട്ടില്ല. പാർക്ക് ഏരിയ ഫുള്ളും ടൈല് വിരിച്ച് വൃത്തിയായിട്ട് ക്രമീകരിച്ചിട്ടുമുണ്ട്. തീർന്നില്ല, ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്ന് തന്നെ കേരള ജലസേചന വകുപ്പിന്റെ ചെറിയൊരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൂടി ഈ ഗാർഡനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഗാർഡന്റെ ഓരോ മുക്കും മൂലയും പ്രത്യേകം ഭംഗിയായി വെട്ടിയൊരുക്കിയിരിക്കുന്നത് കാണാം. വേനൽക്കാലം അല്ലാത്തതുകൊണ്ട് മൊത്തം പച്ചപ്പിലാണ് കിടക്കുന്നത്. അതുതന്നെ ഒരു രസമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗാർഡനിൽ പലയിടത്തും വെച്ചിട്ടുള്ള വ്യത്യസ്ത ഇനം സ്റ്റാച്ചുകളാണ്. അതവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ സ്പേസിനും പ്രത്യേകം എടുപ്പ് തോന്നുന്നുണ്ട്. ഇവിടെ പലയിടത്തും പല വലുപ്പത്തിലുള്ള മലയണ്ണാനെ കണ്ടു. ഇത്ര തൊട്ടടുത്ത് കണ്ടപ്പോൾ ആശാന്റെ വിഷ്വൽസ് എടുക്കാതെ പോവാൻ തോന്നിയില്ല. അങ്ങനെ നമ്മൾ വാഴാനി കണ്ടിറങ്ങിയാണ്. കുട്ടവഞ്ചി സഫാരിയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അതിനായി വാഴാനിയുടെ അടുത്തുള്ള അമ്പലത്തിന്റെ വഴിയെ നേരെ പോയാണ് ഇനി പോകേണ്ടത്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള ഇക്കോ ടൂറിസം പദ്ധതിയാണിത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. 20 മിനിറ്റുള്ള ഈ കുട്ടവഞ്ചി സഫാരിയിൽ 4 പേരടങ്ങുന്ന ഒരു കുട്ടവഞ്ചിക്ക് 400 രൂപ നിരക്കിലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതാണ് കൊട്ടവഞ്ചി സഫാരിയുടെ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ദൗർഭാഗ്യവശാൽ ഇന്ന് കൊട്ടവഞ്ചി സഫാരി ഇല്ല. ഈ അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കാൻ ഇവിടേക്ക് വരുന്നതിന് മുൻപായി ഇവിടേക്ക് വിളിച്ചു ചോദിച്ചിട്ട് വരാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് അവരുടെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ വൺ ഡേ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടും ഫൈനൽ ഡെസ്റ്റിനേഷനും ഒക്കെയായ തൂമാന വാട്ടർഫോളിലേക്കാണ് നേരെ ഇനി പോകുന്നത്.
വാഴാനിയിൽ നിന്ന് ഒരു 18 മിനിറ്റിൽ നമുക്ക് അവിടെ എത്താം. അങ്ങനെ നമ്മുടെ വാട്ടർഫോളിലെത്തി. ഈ കാണുന്ന പാറയുടെ അരികിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് പാറയുടെ സൈഡിലൂടെ തന്നെയുള്ള വഴിയെ നമുക്ക് താഴോട്ട് നടക്കാം. ഇവിടുന്ന് അധിക ദൂരമില്ല അങ്ങോട്ടേക്ക്. ദാ ഈ കാണുന്നതാണ് വടക്കഞ്ചേരിക്കാരുടെ സ്വന്തം തൂമാനം വാട്ടർഫോൾ. അകമല ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന കുഴിയോട് എന്ന സ്ഥലത്താണ് ഇതുള്ളത്. മെയിൻ റോഡിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ടേക്കുള്ളൂ. മഴക്കാലത്ത് മാത്രം ആക്റ്റീവ് ആകുന്ന ഒരു വാട്ടർഫോൾ ആണിത്. അതുകൊണ്ട് തന്നെ ഈ വാട്ടർഫോളിന്റെ ശക്തിയും ഭംഗിയും ഒക്കെ മഴയെ ആശ്രയിച്ചിരിക്കും. വാട്ടർഫോളിന്റെ മുമ്പിലായി കാണുന്നത് ജനവാസ മേഖലയാണ്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ അല്ല മുഴുവനായിട്ടും. അതുകൊണ്ട് തന്നെ പെർമിഷൻ ഒന്നും ആവശ്യമില്ല ഇങ്ങോട്ടേക്ക് വരാൻ. നല്ലൊരു നാട്ടിൻപുറ അന്തരീക്ഷമാണ് ഈ ഫുൾ ഏരിയ. കനത്ത മഴ പെയ്യുന്ന സമയത്ത് വെള്ളം വീഴുന്ന സ്ഥലത്താണെങ്കിൽ കഴുത്തോളം വെള്ളവും മറ്റു സ്ഥലത്ത് അരയോളവും വെള്ളം ഉണ്ടാവും. നമ്മളിവിടെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം കുട്ടികൾ കൂട്ടമായി വന്ന് വെള്ളത്തിൽ കളിക്കാനും പാറകളിൽ നിന്ന് എടുത്തു ചാടാനും തുടങ്ങി. ആദ്യം നമുക്ക് പേടി തോന്നി, മുതിർന്നവരില്ലാതെ ഇവരുടെ സാഹസിക കളികളൊക്കെ കണ്ട്. പിന്നെയാണ് മനസ്സിലായത് അവർ ഈ നാട്ടിലെ കുട്ടികളാണ്. അവരുടെ ഡെയിലി സ്പോട്ടാണ് ഇവിടെ. ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഈ പ്രകൃതിയെയും ജലാശയങ്ങളെയും നശിപ്പിക്കാതിരിക്കാനുള്ള വടക്കഞ്ചേരി മുനിസിപ്പാലിറ്റിന്റെ ബോർഡ് ഇവിടെ കാണാം. അത് ഫോളോ ചെയ്യാൻ നമുക്കും ശ്രമിക്കാം. ഇതാണ് വാട്ടർഫോൾസിന്റെ താഴെ നിന്നുള്ള വ്യൂകൾ. ഇനി നമുക്ക് വാട്ടർഫോളിന്റെ മുകൾ ഭാഗം കൂടി ഒന്ന് പോയി കാണാം. ഇതാണ് വാട്ടർഫോളിന്റെ മുകൾ ഭാഗം. ഇവിടെ നിന്നാൽ വാട്ടർഫോളിലേക്കുള്ള വെള്ളം ഒഴുകി വരുന്ന ഏരിയ കാണാം. നല്ല മഴയുള്ള ദിവസങ്ങളിൽ കലങ്ങി ഒഴുകുകയും മഴ കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളവും ഇവിടെ ഉണ്ടാവും. അതൊക്കെ മഴയുടെ തോതുപോലെ. വെള്ളം പോകുന്ന ഈ സൈഡിലൂടെ പോയാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇതാണ് തൂമാനത്തിന്റെ മറു സൈഡിൽ നിന്നുള്ള വ്യൂ. വാഴാനി ഡാമിന്റെയും തൂമാനം വാട്ടർഫോൾസിന്റെയും 1 ഡേ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.